കൂടാളി പഞ്ചായത്തിലെ നായാട്ടുപാറ മുതൽ കുറ്റിയാട്ടൂർ പഞ്ചായത്തിലെ കാരാറമ്പിൽ വരെയുള്ള 2.5 കിലോമീറ്ററോളം വരുന്ന റോഡ് പലയിടത്തും തകർന്ന് ഗതാഗതം ദുഷ്കരമായി. രാത്രിയിൽ ഇരുചക്ര വാഹനങ്ങളാണ് അപകടത്തിൽപ്പെടുന്നത് ഏറെയും. ഉടൻ അറ്റകുറ്റപ്പണി നടത്തണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. കൂടാളി പഞ്ചായത്തിലെ നായാട്ടുപാറ മുതൽ കുറ്റിയാട്ടൂർ പഞ്ചായത്തിലെ കാരാറമ്പിൽ വരെയുള്ള റോഡിൽ വർഷങ്ങളായി അറ്റകുറ്റപ്പണി നടത്തുകയാണ് രീതി. ഗ്രാമസഭയിൽ പലപ്പോഴും പരാതിപ്പെട്ടാലും അടുത്ത തവണ പരിഹരിക്കുമെന്ന മറുപടിയാണ് ലഭിക്കുന്നത്. ലക്ഷങ്ങൾ പാസ്സായെന്ന പ്രചരണവും എല്ലാ വർഷവും നടക്കുന്നുണ്ട്. റോഡ് അതീവ ശോച്യാവസ്ഥയിലാണ്. രാത്രിയിൽ ഇരുചക്ര വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നതും പതിവാണ്. 2 വർഷത്തോളമായി ഒരു അറ്റകുറ്റപ്പണിയും നടത്തിയിട്ടില്ല. PMGS5 ഫണ്ടിൽ, പ്രധാനമന്ത്രി ഗ്രാമീണ സഡക്ക് യോജന ഫണ്ടിൽ ഉൾപ്പെടുത്തി പണിതീർത്ത റോഡായിരുന്നു ഇതെങ്കിലും ജില്ലാ പഞ്ചായത്ത് ഏറ്റെടുത്തതിന് ശേഷം ഒരു അറ്റകുറ്റപ്പണിയും ഇതുവരെ നടത്തിയതായി കാണുന്നില്ല. 6ഓളം സ്കൂൾ ബസ്സുകൾ പോകുന്ന ഈ റോഡ് 2 ഭാഗത്തും വലിയ കയറ്റവും ഇറക്കവും ചേർന്ന റോഡാണ്. വളരെ അപകടകരമായ സ്ഥിതിയിലാണ് ഇപ്പോൾ ഉള്ളത്. വർഷങ്ങളായി ഒരു വർക്കും ഇവിടെ നടക്കുന്നില്ല. നടന്നു പോകാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഇവിടെ അമ്പലത്തിലേക്കെല്ലാം വരുന്ന ഭക്തന്മാർക്കെല്ലാം വളരെ ബുദ്ധിമുട്ടാണ്. വണ്ടി കൊണ്ട് വരാനും പോകാനൊക്കെ ഭയങ്കര പ്രയാസമായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ റോഡിലേക്ക് കൂടി ഇപ്പോൾ വാഹനങ്ങൾ തന്നെ വളരെ കുറഞ്ഞടങ്ങി. ഒരു പേച്ച് വർക്ക് പോലും നടത്തുന്നില്ല. അതുകൊണ്ട് തന്നെ പിന്നെ ഒരുപാട് സ്കൂൾ കുട്ടികളും നാട്ടുകാരും ടൗണുമായിട്ട് ബന്ധപ്പെടുകയാണ്. സ്കൂൾ ബസ്സുകളെല്ലാം പരമാവധി അപ്പുറത്ത് മറ്റ് വെടുകുളം റോഡിലൂടെ എല്ലാം തിരിച്ചു പോകുന്നു. അപ്പോൾ അങ്ങനെ ഒരു കാൽനടക്ക് പോലും യോഗ്യമല്ലാത്തൊരു റോഡായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അടിയന്തരമായി തന്നെ അധികാരികൾ ഇതിൻ്റെ ഒരു മെയിൻ്റെനൻസ് വർക്കൊക്കെ ചെയ്ത് റോഡ് ഗതാഗത യോഗ്യമാക്കി തരണമെന്നാണ് നമുക്ക് വിനീതമായിട്ട് അപേക്ഷിക്കാനുള്ളത്. നായാട്ടുപാറ ഉൾപ്പെടെ നിരവധി സ്കൂൾ ബസ്സുകൾ ഈ റോഡ് വഴിയാണ് യാത്ര. പത്രവിതരണവും പാൽവിതരണവും റോഡിന്റെ ശോചനീയാവസ്ഥ കാരണം വൈകുന്നത് പതിവാണ്. പൊതുമരാമത്ത് വകുപ്പ് ഏറ്റെടുത്ത് റോഡ് ടാറിംഗ് നടത്തണമെന്ന് പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, ഇരിക്കൂർ.